ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് നോക്കേണ്ടത് ചാപ്റ്റർ 5 ആണ്. കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോൺ മെറ്റൽസിന്റെ അപ്പോൾ ഇതിനകത്ത് ആകെ നമുക്ക് 3 കോൺസെപ്റ്റ് പഠിക്കാനുള്ളൂ. 1 അമോണിയ, 2 സൾഫ്യൂരിക് ആസിഡ്, 3 കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ? നോക്കിക്കേ, write the name of substances A and B. A and B. A എന്താണ്? നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, കോണ്ടാക്ട് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. എ എന്ന് പറയുന്നത് SO3. അങ്ങനെയാണെങ്കിൽ ബി എന്താണ്? H2O. ഇവിടെ നമുക്ക് ഇയാളെ നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. H2SO7 എന്താണ്? ഒലിയത്തിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് നമുക്ക് കിട്ടും. ഇനി റൈറ്റ് എനി വൺ യൂസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇഷ്ടം പോലെ യൂസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഏതൊക്കെയായിരിക്കും? റിഫൈനിങ് ഓഫ് പെട്രോളിയത്തിൽ ഉപയോഗിക്കും, മാനുഫാക്ചർ ഓഫ് പെയിന്റ്, മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, മാനുഫാക്ചർ ഓഫ് ഫൈബേഴ്സ്, മാനുഫാക്ചർ ഓഫ് എക്സ്പ്ലോസീവ്സ്. അപ്പൊ ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അവിടെ എഴുതുക. ഇനി സൾഫ്യൂരിക് ആസിഡ് ഈസ് ഫോംഡ് ബൈ ഡയറക്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഇൻ വാട്ടർ. ഒരു സൾഫർ ട്രയോക്സൈഡ്, അതായത് നമ്മുടെ ഈ SO3 ഇവിടെ എല്ലില്ലേ, ഇതിനെ നമുക്ക് വെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടേണ്ടതാണ്? സൾഫ്യൂരിക് ആസിഡ് കിട്ടേണ്ടതാണ്. പക്ഷേ ദിസ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ്. ഗിവ് റീസൺ. ഒരു മാർക്ക്. വളരെ എളുപ്പമാണ്. ദിസ് മെത്തേഡ് കാനോട്ട് ബി അഡോപ്റ്റഡ് ബിക്കോസ് സൾഫർ ട്രയോക്സൈഡ് വാട്ടറിൽ അലിയിക്കുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്, അതായത് ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ സൾഫർ ട്രയോക്സൈഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ഫോഗ് ലൈക്ക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്മോഗ് ഫോർമേഷൻ നടക്കും. ദാറ്റ് വിൽ ഹിൻഡർ ദ ഫർദർ ഡിസൊല്യൂഷൻ. വിച്ച് മീൻസ് അവിടെ ഇനി ഉണ്ടാവുന്ന, അതായത് ഇനി അവിടെ സൾഫർ ട്രയോക്സൈഡ് അലിയില്ല. അപ്പൊ അങ്ങനെ എന്താവും? അതങ്ങനെ റിയാക്ഷൻ സ്റ്റക്ക് ആയി പോകും. അപ്പൊ ഒരു ബൾക്ക് പ്രോസസ് ഇല്ലേ, അതായത് ഇത്ര ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പൊ അവിടെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഒരിക്കലും അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതാണ് അതിന്റെ റീസൺ. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഏതാണ്? കോൺസെൻട്രേറ്റഡ് H2SO4 ഈസ് ആഡഡ് വിത്ത് ഷുഗറിലേക്ക് നമ്മളത് ആഡ് ചെയ്യുമ്പം അവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ്. അവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ ആണ്. അതായത് കെമിക്കലി കമ്പൈൻഡ് ആയിട്ടുള്ള വാട്ടറിനെയാണ് അവിടെ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു കരി കിട്ടും. അതായത് ചാറിങ് ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡ്യൂറിങ് ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് SO2 മാത്രമല്ല Cl2, HCl ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത് ഒരു ഡ്രൈയിങ് ഏജന്റ് ആണ്. അപ്പൊ ഡ്രൈയിങ് പ്രോപ്പർട്ടി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടുത്തെ മോയിസ്ചറിനെ അബ്സോർബ് ചെയ്യാണ്. മൂന്നാമത്തെ KNO3 പ്ലസ് H2SO4 KHSO4 HNO3. അതായത് ഇവിടെ എന്തുണ്ടായി? ഒരു ആസിഡ് ഫോർമേഷൻ ആണ് നടന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ ഡിസ്പ്ലേസ് എന്താണ്? വോളറ്റൈൽ ആയിട്ടുള്ള ആസിഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. എവിടുന്ന്? ഫ്രം ദെയർ സോൾട്ട്. അപ്പം വോളറ്റൈൽ ആസിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് വോളറ്റൈൽ ആസിഡ്സ് ഫ്രം ദെയർ സോൾട്ടിൽ നിന്ന് ഇതാക്കാനായിട്ട് പറ്റും, ഡിസ്പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് KNO3 പകരം KCl ആണ് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? HCl ആയിരിക്കും പ്രൊഡക്റ്റ്. ബാക്കിയുള്ളത് അതേപോലെ തന്നെ സെയിം ആയിട്ട് വരും. ഇനി ഇവിടെ നോക്കിയേ, Cu പ്ലസ് H2SO4 gives CuSO4 പ്ലസ് SO2. ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാ? ഇവിടെ നോക്കിയേ, കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ 0 ആണ്. ഇവിടെ ആയപ്പോഴത്തേനും അത് +2 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് കാണിക്കണത്? ഇവിടെ കോപ്പർ ഓക്സിഡൈസ് ചെയ്തു. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത ആള് സൾഫ്യൂരിക് ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് നേച്ചറാണ് കാണിക്കുന്നത്? ഓക്സിഡൈസിങ് നേച്ചർ. ഇവിടെ എന്താണ്? ഓക്സിഡൈസിങ് നേച്ചർ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ 4 പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുള്ളത് 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ സൾഫ്യൂരിക് ആസിഡിന്റെ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിയാൽ സൾഫേറ്റ് അയോൺസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ആഡിങ് BaCl2. അതായത് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൾഫേറ്റ് അയോൺസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ വിച്ച് ഈസ് ദ വൈറ്റ് സബ്സ്റ്റൻസ് ഫോംഡ് ഹിയർ? അങ്ങനെ അപ്പൊ അവിടെ ഉണ്ടായ വൈറ്റ് സബ്സ്റ്റൻസ് ഏതാണെന്ന് ചോദിക്കുക. അവിടെ ഉണ്ടായത് ഏതായിരിക്കും?
ഏതാണ്? BaSO4. അപ്പൊ അതിൻ്റെ അതെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. നമുക്കൊരു സൾഫേറ്റ് ഉള്ള എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം Na2SO4 ആണെന്ന് കരുതുക. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യാണ്? BaCl2 ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് അവിടെ എന്ത് കിട്ടും? BaSO4 പ്ലസ് NaCl. BaSO4 പ്ലസ് NaCl. ഇവിടെ ഇപ്പോൾ സോഡിയം സൾഫേറ്റിന് പകരം നമുക്ക് വേറെ ഏത് സൾഫേറ്റ് ആയാലും നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ വെള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് BaSO4 ആണ്. ഇനി ഈ BaSO4ലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? BaSO4ലേക്ക് നമ്മൾ HCl ആഡ് ചെയ്യാണ്. HCl BaSO4ലേക്ക് HCl ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു റിയാക്ഷനും നടക്കില്ല. There will not be any reaction. അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് പെർസിസ്റ്റ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ തന്നെ എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കും. നോ റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇനി നമ്മളിത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് പോവാണ്, അമോണിയ. അപ്പോൾ ഇവിടെ നമ്മൾ വൺ വേർഡ് പോലെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ അമോണിയ? ഏതൊക്കെയാണ് അമോണിയ ഉണ്ടാക്കാൻ വേണ്ട കെമിക്കൽസ്? ഏതൊക്കെയാണ്? NH4Cl-ഉം CaOH, അതായത് അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും നമുക്ക് വേണ്ടത്. What happens when red litmus paper is shown to the gas? അപ്പൊ എന്താവും? റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും? റെഡ് ടു ബ്ലൂ. അതായത് റെഡ് ലിറ്റ്മസ് എന്തായി മാറും? ബ്ലൂ കളർ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താണ്? ഇങ്ങനെ ഇതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അമോണിയക്ക് ബേസിക് നേച്ചർ ആണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Why the glass jar kept inverted while collecting ammonia? അമോണിയ കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ ഗ്ലാസ് ജാർ തലകീഴായി വെച്ചിട്ടുള്ളത്? കാരണം എന്താ? അമോണിയക്ക് ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ്. ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് കാൽസ്യം ഓക്സൈഡ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കാൽസ്യം ഓക്സൈഡ് എന്തായിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്? ഡ്രൈയിങ് ഏജന്റ് ആയിട്ട്, ഡ്രൈയിങ് അല്ലെങ്കിൽ അബ്സോർബ് മോയ്സ്ചർ, ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡീഹൈഡ്രേറ്റിംഗ് ഓർ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത് ആരാണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. ഇനി നെയിം ദി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഹേബർ പ്രോസസ്. ഈ ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? N2 + 3H2 gives 2NH3. അവിടുത്തെ കാറ്റലിസ്റ്റ് സ്പോഞ്ച് അയൺ ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 450°C ആണ്. ഇനി വാട്ട് വിൽ ഹാപ്പൻ വെൻ ഗ്ലാസ് റോഡ് ഡിപ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് HCl? ഗ്ലാസ് റോഡ് ഇത് എവിടെയാണ്? കോൺസെൻട്രേറ്റഡ് HCl മുക്കിയിട്ടുള്ള ഗ്ലാസ് റോഡ് അമോണിയ ഗ്യാസിലേക്ക് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വൈറ്റ് കളറിലുള്ള ഒരു പുക പോലെ ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. എടുത്ത് കാണിക്കുമ്പോൾ അങ്ങനെ പുക വരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പൊ അവിടുത്തെ എന്താണ് കാരണം? അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും അവിടുത്തെ കാരണം. നോക്കിക്കോളൂ കേട്ടോ. എന്താണ് അവിടുത്തെ കാരണം? അതെ, നമ്മുടെ അമോണിയ ഗ്യാസ് ആണ് ഉള്ളത് അല്ലേ? അതിലേക്കാണ് നമ്മൾ HCl മുക്കിയ ഗ്ലാസ് റോഡ് കാണിക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടായ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NH4Cl, അമോണിയം ക്ലോറൈഡ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്കർ അമോണിയ ആൻഡ് ലിക്വിഡ് അമോണിയ? ലിക്കർ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, NH4OH, അമോണിയ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. NH3 + H2O gives NH4OH. എന്താണ് ഇനി? അപ്പൊ അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ആണ് എന്ത്? ലിക്കർ അമോണിയ. ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലിക്വിഫൈഡ് അമോണിയ അണ്ടർ ഹൈ പ്രഷർ. അമോണിയനെ ലിക്വിഫൈ ചെയ്തതാണ് ഹൈ പ്രഷർ ഉപയോഗിച്ചിട്ട്. ഇനി യൂസസ് ഓഫ് അമോണിയ എന്തൊക്കെയാണ്? ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കും. ക്ലീൻ ടൈൽസ്, വിൻഡോ പ്ലെയിൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പിന്നെന്താണ്? ഫെർട്ടിലൈസേഴ്സ്, റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇനി ക്യാൻ വി യൂസ് H2SO4 ഇൻസ്റ്റെഡ് ഓഫ് CaO? നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കാൽസ്യം
ഓക്സൈഡ് ഡ്രൈയിങ് ഏജന്റ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ പറഞ്ഞതാണല്ലോ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഡ്രൈയിങ് ഒക്കെ ആയിട്ടുള്ള ഏജന്റ് ആണ്. അപ്പം ഉപയോഗിക്കാൻ പറ്റുമോ? ഉത്തരം എന്തായിരിക്കും? നോ. എന്താ കാരണം? സൾഫ്യൂരിക് ആസിഡ് അസിഡിക് ആണ്, അമോണിയ ബേസിക് ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചേർന്നാൽ അവിടെ എന്ത് നടക്കും? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വിൽ ഹാപ്പൻ. സോ അവിടെ എന്താ? സോൾട്ട് ഫോർമേഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ വാട്ടർ അബ്സോർപ്ഷൻ അല്ല നടക്കുക. അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇനി നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പൊ ഐഡന്റിഫൈ റിയാക്ഷൻ സി ആൻഡ് ഡി. ഏതൊക്കെയാണ് റിയാക്ഷൻ സിയും ഡിയും? ഇതെന്തായിരിക്കും? ഇത് ഫോർവേഡ് റിയാക്ഷൻ, ഇതെന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി ഐഡന്റിഫൈ എ ബി. എ ബി എന്താണ്? എ ബി ആണ് നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ബോത്ത് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് കോ എക്സിസ്റ്റ്. പിന്നെന്താണ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി സെയിം. പിന്നെ ഇറ്റ് വിൽ ബി ഡൈനാമിക് അറ്റ് മോളിക്കുലർ ലെവൽ. ഇറ്റ് ഈസ് അറ്റൈൻഡ് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പൊ അതിൽ ഏതെങ്കിലും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് എഴുതാം. ചിലപ്പോൾ ഇവിടുന്ന് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ഇറ്റ് ഈസ് റോങ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. ഇനി അടുത്തതാണ് ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ, 100% ഷുവർ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇക്വേഷനിൽ ചിലപ്പോൾ ചില ചേഞ്ചസ് വരാം, SO2 ഒക്കെ വരാം. എന്നിരുന്നാൽ പോലും ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, ഇക്വേഷൻ തന്നിട്ടുണ്ട്. N2 + 3H2 gives 2NH3 + 8. ഇവിടെ നമുക്ക് വാട്ട് ഹാപ്പൻസ് ഇൻ ദ yield ഓഫ് അമോണിയ വെൻ ദ ഫോളോയിങ് ചേഞ്ചസ് ആർ മെയ്ഡ്. അപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ടത് yield ഓഫ് അമോണിയക്ക് എന്ത് പറ്റുന്നു എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഈസ് ഇൻക്രീസ്ഡ്. അതായത് റിയാക്റ്റന്റ് ആയിട്ടുള്ള നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. നൈട്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൈട്രജൻ എന്താവും? അമോണിയ ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ അവിടെ എന്ത് റിയാക്ഷൻ ആണ് നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റ് കൂടും. പ്രൊഡക്റ്റ് കൂടും പറഞ്ഞു കഴിഞ്ഞാൽ yield ഓഫ് അമോണിയ എന്തായിരിക്കും? കൂടും. yield ഓഫ് അമോണിയ എന്ത് ചെയ്യും? yield ഓഫ് അമോണിയ കൂടും. ഇനി ടെമ്പറേച്ചർ ഡിക്രീസ്ഡ്. അപ്പൊ ഇവിടുത്തെ ഒരു ലോ ആണ് നമ്മുടെ ലേ ഷാറ്റ്ലിസ് പ്രിൻസിപ്പിൾ. അപ്പൊ അത് പ്രകാരം എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഗെയിൻ ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ yield ഓഫ് അമോണിയ എന്ത് ചെയ്യും? ഇൻക്രീസ്. പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇവിടെ. yield ഓഫ് അമോണിയ എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് കൂടും. ഫോർവേഡ് റിയാക്ഷൻ കൂടും, പ്രൊഡക്റ്റ് കൂടും. ഇനി ഉണ്ടായ അമോണിയ NH3 റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. ഉണ്ടാവുന്ന അമോണിയനൊക്കെ എടുത്തു മാറ്റിയാണ്. അപ്പൊ പ്രൊഡക്റ്റ് ഇവിടെ കുറയുകയാണ്. അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? പ്രൊഡക്റ്റിനെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. പ്രൊഡക്റ്റിനെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ NH3 ഉണ്ടാവും. അപ്പൊ yield ഓഫ് അമോണിയ ഇവിടെയും എന്ത് ചെയ്യും? ഇൻക്രീസ്. ഇനി പ്രഷർ ഇൻക്രീസ് ചെയ്തു. പ്രഷർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പ്രഷർ കൂട്ടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള റിയാക്ഷൻ അതും അഗെയിൻ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? yield ഓഫ് അമോണിയ കൂടും. അപ്പൊ നിങ്ങൾ ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ക്വസ്റ്റ്യൻ എന്തിന്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്? നമ്മൾ ആൻസർ എന്ത് ടേംസിൽ എഴുതണം? ഇൻ ടേംസ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആണോ? ഇൻ ടേംസ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ? ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് ആണോ? ഇപ്പൊ ഇവിടെ നോക്കി yield ഓഫ് അമോണിയ എന്ന് പറഞ്ഞത് അതായത് പ്രൊഡക്റ്റിന്റെ ടേംസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.